ഗുരുക്കളമ്മണ്ട് തന്നെ തന്നെ നോക്കി നിൽക്കാൻ അവിടെ. അയാൾ എന്തിനാ എന്നെ തന്നെ നോക്കുന്നത്? ഞാൻ വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുക. താൻ നോക്കിക്കോ, ഞാനൊരു കളി കളിക്കാം. ഞാനാണ് ദേവരാജനെ കൊന്നതെന്ന് വേറെ ആർക്കും അറിയില്ല. നേരത്തെ സുമിത്രയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഡേവിഡിനും എന്നോട് ശത്രുതയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒളിച്ചു താമസിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം അകാരണമായി എന്നെ സംശയിക്കുന്ന കിളവനാണ്. അയാളെ തട്ടാതെ രക്ഷയില്ല. ഇനി നീ പറ, ഞാൻ ഏത് റോൾ എടുക്കണം? ഇൻസ്പെക്ടറുടെ റോൾ എടുക്കണോ, കുറ്റവാളിയുടെ റോൾ എടുക്കണോ? നാടകം കൊഴിപ്പിക്കണമെങ്കിൽ നീ കുറ്റവാളിയുടെ റോൾ തന്നെ എടുക്കണം. അതാവുമ്പോ നിനക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമില്ല. ഗുരുക്കളമ്മാവ് പോന്നു. അത് പിന്നെ ഇവൻ നാടകക്കാരനാണ്. നിന്റെ നാടകത്തിലെ ഗുരുക്കളമ്മാവിനെ പറ്റിയ വേഷം എന്തെങ്കിലും ഉണ്ടാവൂടാ? വേഷമൊന്നും ഉണ്ടാവൂല. അമ്മാവന് കർത്തം വലിക്കാൻ അറിയാവോ? പെരിപ്പിക്കണ്ട അമ്മാവാ, ദേഹം ഇളകും. ഇയാൾക്ക് എന്തിന്റെ അസുഖ? നീ വിഷമിക്കാതിരിക്കെ. ഒരു 11 മണി കഴിയുമ്പോ ഞാൻ മുറിയിലേക്ക് വന്നേക്കാം. മുത്തശ്ശി കാണാതെ ഞാൻ വന്നോളാം. എനിക്ക് പേടിയൊന്നും. പേടിക്കാനൊന്നുമില്ല. മുത്തശ്ശിയും ഗുരുക്കളും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാനേജ് ചെയ്തോളാന്ന് ലത ഏറ്റിട്ടുണ്ട്. മാനേജ് ചെയ്തോളാന്ന് ലത ഏറ്റ നിലയ്ക്ക് എന്ത് വിശ്വനാഥനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞു നോക്കാം. ഓ, കുടിക്കാൻ കുറച്ച് ജീരവെള്ളം കിട്ടിയ തരക്കേടില്ല. കടുക്ക വെള്ളമാണ് കുറച്ചും കൂടി നല്ലതാ. എന്തുവാ?
ഇന്ദു, മോളെ എഴുന്നേൽക്ക്, കതക് തുറക്ക്. മോളെ ഇന്ദു, എഴുന്നേൽക്ക് മോളെ. ഇന്ദു. അയ്യോ, വിശ്വട്ടാ, വിശ്വട്ടാ, ഒന്ന് എഴുന്നേൽക്ക്. മുത്തശ്ശി വിളിക്കുന്നു. മുത്തശ്ശി. ഇന്ദു, കതക് തുറക്ക് മോളെ. ഇന്ദു, എന്ത് തുറക്കാൻ മോളെ? കതക് തുറക്ക്. ഇന്ദു, എന്ത് തുറക്കാൻ മോളെ? പഴയ വീടാമ്മ പൊളിഞ്ഞു വീഴും. ഞാൻ എന്റെ മുഴുവൻ ശക്തി കൊടുക്കണില്ല കുട്ടിയെ. കുട്ടി പൊക്കോളൂ. ആഞ്ജനേയ, കുട്ടി പൊക്കോളൂ. ഉണ്ണി, ഉണ്ണി. പോക്കരത്തരം കാണിക്കുന്നു. ഉണർത്താൻ വേണ്ടി കുത്തിയതാ. നിന്റെ വീട്ടിൽ ആളുകൾ ഉണർത്തുന്ന കമ്പിട്ട് കുത്തിയാ? പുറത്തു വാ. വാ. നന്നായിട്ടുണ്ട് അമ്മാവ. അമ്മാവന് ചാടി ഈ മച്ചിൽ തൊടാൻ പറ്റുമോ? മൂന്നാമത്തെ വയസ്സില് കച്ച കെട്ടി കളരിയിൽ ഇറങ്ങിയവരാണ് ഗുരുക്കൾ അമ്മാവൻ. മാമൻ ഈ മറ്റൊരു പ്രശ്നമല്ല. എന്താ മുത്തശ്ശി? ആ മോനെ ഇവിടുന്ന. ഞാൻ എന്നും രാവിലെ 10 മൈൽ ഓടാൻ പോവും. അത് ശരി. മുത്തച്ഛനായ കാലത്ത് കൊറേ ഓടിയതാ. ഇവളെന്താ എണീക്കാത്ത? അല്ല, ഇവളെ എഴുന്നേറ്റില്ലേ? എന്തോ തുറന്നോളൂ, കുഴപ്പമില്ല. കൊഴപ്പില്ല. അല്ല, ഞാൻ ഓടിയിട്ട് മടങ്ങി എത്തുന്നവരെ ഇവക്ക് വെപ്രാളാ. ആ. തുറന്നോളൂ ധൈര്യമായിട്ട്. എന്തേ മോളെ എണീക്കാത്ര താമസിച്ചേ? തീരെ വയ്യ മുത്തശ്ശി, ഭയങ്കര തലവേദന. സുഖല്ലേ? തലവേദനയാ? നമുക്ക് അകത്ത് പോയി നല്ല പെയിൻ ബാമിട്ട് തടവാം. വാ. അവിടെ ഇരിപ്പുണ്ട്. മോനെ എടുത്തിട്ട് വാ, ഞാൻ തടവി കൊടുക്കാം. എന്നാ എങ്ങനെയുണ്ടെന്ന് ഞാനും അറിഞ്ഞിട്ട് പോകാം. അയ്യോ, സ്ലിപ്പായി. എന്താ ഇത്? കാലിങ്ങനെ. തിരിക്കല്ലേ. ഇത് ഗുരുക്കളുടെ ശീർഷാസനാവില്ല, ശവാസനാവും. തിരിക്കല്ലേ. കുട്ടി വിടൂ, കുട്ടി. എന്താ ഇവിടെ ചില പിശാചികൾ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. ഒരു സുദർശന ഹോമം വേണ്ടി വരും. ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഞാൻ ഈ ഉമ്മർത്തേക്കില്ല. നീ ഒന്നും പറയണ്ട, എനിക്കാകെ പേടിയൊന്നും. ഞാൻ എന്തെങ്കിലും അബദ്ധം വിളിച്ച് പറഞ്ഞു പോവും. മുത്തശ്ശി പോകുന്നത് വരെ നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിനക്കറിയില്ലേ, ഇപ്പൊ പ്രൊബേഷണറി പീരീഡാ. കൂടുതൽ ലീവ് എടുക്കാൻ പാടില്ലെന്ന് ചെയർമാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എന്താ സിസ്റ്റർ പ്രശ്നം? ഒന്നുമില്ല. ലതയുടെ ലീവിന്റെ കാര്യമാണോ? അതറിയാമെങ്കിൽ പിന്നെന്തിനാ ചോദിച്ചത്? ഇപ്പൊ എന്താ വേണ്ടേ? കുറച്ച് ദിവസത്തെ അവധി വേണം, അത്രയല്ലേ ഉള്ളൂ. ചെയർമാനും ഞാനുമായിട്ട് വലിയ അടുപ്പത്തില്ല. ലീവ് സാങ്ഷൻ ആയിക്കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യടാ, ഇയാള് പോയാൽ ലീവിന് പകരം എനിക്ക് സസ്പെൻഷൻ ആവും കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിധിയാണെന്ന് കരുതി സമാധാനിച്ചാൽ മതി, അല്ലേ സിസ്റ്റർ? സിസ്റ്റർ ഇവരെ ഇന്ന് ഓഫീസിലേക്ക് വിടണ്ട. ലീവ് പാസ്സായിക്കൊണ്ടേ ഞാൻ വരൂ. എന്താ കാര്യം? സർ, തുറന്നു പറയാൻ മടിയും നാണവും ചമ്മലും ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണോ? പിന്നെ വൈഫിന് കുറച്ചു ദിവസത്തെ ലീവ് വേണമായിരുന്നു. ഇത് പറയാനാണോ ഇത്ര നാണം? അതെ, ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. ഓഹോ, അപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനിയാണല്ലേ? ആ അച്ഛനല്ല, ഞാനൊരു കുട്ടിയുടെ അച്ഛനാവാൻ പോവുകയാണ്. ലത 3 മാസം പ്രഗ്നന്റ് ആണ്. അതിന് ഇപ്പോഴേ ലീവ് എന്തിനാ? വേണം സാർ. ആറ്റ് നോറ്റിരുന്ന് വന്നത് പ്രഗ്നൻസിയും ടൈഫോയിഡും കൂടി ഒരുമിച്ചാണ്. പാവം ലത പണ്ടേ ദുർബല, കൂടെ ഗർഭിണിന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസത്തേക്ക് ഒരു വിരൽ പോലും അനക്കരുതെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മിനിമം ഒരു 10 ദിവസത്തെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരും. ആട്ടെ, ലീവ് ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ടോ? ഉണ്ട് സാർ. ഇത് മാനേജരെ കൊടുത്തേക്കും, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. താങ്ക് യു സാർ.